നമ്മളെ കൊണ്ട് പോവുന്ന ബസ് ഓടി വാ. ഇങ്ങനൊരു യാത്ര. ഹലോ നമസ്കാരം ഗൈസ്, ഞങ്ങൾ ഇന്ന് ചെറിയൊരു ട്രാവൽ വ്ലോഗ് ചെയ്യുകയാണല്ലേ പൊന്നു. നമ്മളെ സംഭവം ഇന്ന് രാവിലെ എണീച്ചപ്പോൾ ഒരു യാത്ര പോകാൻ മനസ്സിലൊരു ചെറിയൊരു തോന്നല്. എന്നാലും വെച്ച് താമസിപ്പിക്കരുത്, നമ്മളിപ്പോൾ ഇന്ന് പോകേണ്ടത് ഇന്ന് തന്നെ പോകണം. അതുകൊണ്ട് രാവിലെ ഞങ്ങൾ പോകുന്നത് മാത്രമല്ല, രാവിലെ ചെറിയൊരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കി അവിടെ ചെന്ന് ഫുഡ് കഴിക്കാനുള്ള പ്ലാൻ ആയിരുന്നു. അപ്പോൾ ഇപ്പൊ തന്നെ എല്ലാവർക്കും മനസ്സിലായി എവിടെയാണെന്ന്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ പൊന്നു, നമ്മൾ ഇന്ന് എവിടെയാണ് പോകുന്നത്? പൊന്മുടി. നമ്മളെ പൊന്മുടിയിലേക്കാണ് ഗൈസ് പോകുന്നത്. പക്ഷേ ഞങ്ങളുടെ യാത്ര ബൈക്കിലൊന്നും അല്ല. ഇന്നത്തെ യാത്ര ഞങ്ങൾ പോകുന്നത് നമ്മുടെ സാധാരണക്കാരുടെ ബസ്സിലാണ്. നമ്മുടെ സാധാരണ ജീവിതത്തിന് പറ്റിയത് ഏറ്റവും നല്ല ബസ്സാണ്. ബൈക്കിനെക്കാട്ടിലും പോകാൻ നല്ലത് ബസ്സാണ്. അപ്പൊ ഞങ്ങൾ നേരെ ബസ്സിൽ ഇവിടെ നിന്ന് നേരെ യാത്ര തുടങ്ങുകയാണ്. കാടാ കയറിക്കോ. നമ്മളങ്ങനെ ആറ്റിങ്ങിലെത്തി. ആറ്റിങ്ങിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി യാത്ര തുടങ്ങുകയാണ്. ഇതെന്റെ സ്ഥിരം സീറ്റുണ്ട്, അവിടെ ഇരുന്നാ പോലെ. എന്റെ സ്ഥിരം സീറ്റ് ഇതാണ്. അവിടെ ഇരുന്നാൽ നമുക്ക് കാഴ്ചകൾ കാണാൻ കുറവാണ്. അതെന്ത് സൈഡ് സീറ്റാണ്? നിങ്ങൾ ആദ്യം ഇവിടെ ഇരി, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്, അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ ആകുമ്പോൾ പോകുമ്പോൾ സൂര്യനിപ്പോൾ അതേ സൈഡിലാണ് നിൽക്കുന്നത്. ആ സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വെയിലടിക്കും. ഈ സൈഡിലാകുമ്പോൾ വെയിലടിക്കും. എന്നിട്ട് അങ്ങനെ ഇരുന്നൂടാ. ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞാണ് ഞാൻ വന്നു. വിൻഡോ സൈഡ് എനിക്ക് തരണോന്നേ. പിന്നെ ഞാൻ അടുത്ത ബസ്സിൽ കയറി ഞാൻ വരും. നീ തന്നോ? അല്ലമ്പണ ഗൈസ്, ഇത് വീട്ടിൽ നിന്ന് പറഞ്ഞോണ്ട് ഒന്നാണ്. അല്ലമ്പ് ബാഗ് ഞാൻ ചുമക്കണം. കൊട എടുത്തില്ല. കൊട ഞാൻ എടുക്കാൻ എത്ര പ്രാവശ്യം പറഞ്ഞാലും ഫുഡല്ല ഞാൻ എടുത്ത്. ഇന്നത്തെ യാത്രയുടെ വേറൊരു പ്രത്യേകതകളുണ്ട്. സാധാരണ നമ്മൾ ഒരു മഴയൊക്കെ ഉള്ള സമയത്താണ് പൊന്മുടിയിൽ പോകുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ നല്ല കൊട്ട വെയിലത്താണ് പൊന്മുടിയിലേക്കുള്ള യാത്ര. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് മിക്കവാറും തോന്നുന്നത്, അവിടെ ചെല്ലുമ്പോൾ കഷ്ടപ്പാടായിരിക്കും. നല്ല വെയിലായിരിക്കും. നല്ല വെയിലത്തായതുകൊണ്ട് പാടുപെടാൻ ചാൻസ് ഉണ്ട്. ടിക്കറ്റ് എടുക്കാനുള്ള പൈസ നിന്റെ എന്തായാലും ഞാൻ എൻ്റെ പൈസയേ ഉള്ളു, എനിക്ക് എടുക്കാനേ ഉള്ളു. നിന്റെ കയ്യിൽ ഇരിക്കുന്ന പൈസ പതുക്കെ ഇറക്കും. ഞാൻ കണ്ടായിരുന്നല്ലോ ബാഗിനകത്ത് പൈസ ഇരിക്കണേ. പറ്റിച്ച് വരികയാണ്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നെടുമങ്ങാടുള്ള യാത്രയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരാൾക്ക് 40 രൂപയാണെന്ന് തോന്നുന്നു. 2 നെടുമങ്ങാട്. കടമുണ്ടോ? കട ഉണ്ടെന്നൊക്കെ പറയണം. എന്താണ് കേട്ടോ കട? ഇപ്പൊ നമ്മുടെ ബസ്സിലൊക്കെ ഗൂഗിൾ പേയിൽ പോകാൻ പറ്റും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇതേ ഗൂഗിൾ പേയിലാണ് ടിക്കറ്റ് എടുത്തത്. നീ എന്തെങ്കിലും ആ ഒരു അനുഭവം? അപ്പൊ ഗൂഗിൾ പേ ഉണ്ടോ? അതുമില്ല. അപ്പൊ ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ആറ്റിങ്ങിൽ നിന്ന് നെടുമങ്ങാടായത് 80 രൂപ. നമ്മളങ്ങനെ വെഞ്ഞാറമൂട് എത്തിയിട്ടുണ്ട്. വെഞ്ഞാറമൂട് നിന്ന് ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ എടുത്ത് കുറച്ച് പേര് ഇറങ്ങാനുള്ളവരൊക്കെ ഇറങ്ങി. ഇനിയായിരിക്കും ചിലപ്പോൾ ബസ്സിൽ തിരക്ക് കൂടുന്നത്. ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു മണിക്കൂർ എടുക്കുമെന്ന് തോന്നുന്നു നെടുമങ്ങാടത്തേക്ക്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ ഈ വെഞ്ഞാറമൂട് നിന്ന് വേങ്കമല വഴി ഈ നെടുമങ്ങാട് പോകുന്നത്. വെമ്പായം വഴിയും പോവാം, വേങ്കമല വഴിയും പോകാം. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ വേങ്കമല വഴി പോകുന്നതാണ്. നല്ല രസമാണ് കാണാൻ. പൊന്നു, നീ കൂടെ ഒരിക്കൽ നെടുമങ്ങാട് പോയിട്ടുള്ള ഓർമ്മയുണ്ടോ? ഏത് വഴിയാണ്? അതാണ് വേങ്കമല. നമ്മളെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ 1 മണിക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മണിക്കെങ്കിലും ഇറങ്ങും എന്നുള്ള കൃത്യനിഷ്ഠമുള്ളതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ കറക്റ്റ് അത് പാലിച്ച് രാവിലെ 8 മണിക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ ഏതാണ്ട് 1 മണിയായി അല്ലേ? 1:05 ഇനി അവിടെ എത്തുമ്പോൾ മിക്കവാറും പൊന്മുടിയിൽ എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു രാത്രിയാവുമെന്നാണ് തോന്നുന്നത്. അവിടെ എത്തുമെന്തോ ഇങ്ങനെയാണെങ്കിൽ. നമ്മള് ലേറ്റ് ആവും, കുറച്ച് ലേറ്റ് ആവും. അവിടെ നിന്ന് ലാസ്റ്റ് ബസ് 6:30ക്കാണ്. അപ്പൊ നമ്മളെന്തായാലും ലാസ്റ്റ് ബസ്സിൽ നമ്മൾ തിരിച്ചു വരും. ഇനി 6:30 7 മണിയാണെങ്കിലും 7 മണിക്കാണെങ്കിലും നമ്മൾ ലാസ്റ്റ് ബസ്സിൽ തിരിച്ചു വരും. എന്താണെന്ന് ഇതുവരെ ഞാൻ ലാസ്റ്റ് ബസ്സിൽ വന്നിട്ടില്ല. നെടുമങ്ങാട് നിന്ന് പൊന്മുടിയിലോട്ട് എത്ര മണിക്കൂർ എടുക്കും? നെടുമങ്ങാട് നിന്ന് പൊന്മുടിയിലോട്ട്
ഇത് കണക്കാണെന്ന് തോന്നണം, എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. എനിക്ക് പൊന്മുടിയിൽ എത്തിക്കോളാം. എനിക്ക് കാരണം വേണ്ടാത്ത ബിരിയാണി ഇരിക്കണോണ്ട് എനിക്കിങ്ങനെ എനിക്കിങ്ങനെ ഞാൻ രാവിലെ വരുമ്പോഴേ ഒരു ബസ്സിൽ മാത്രം എപ്പോഴും പാട്ടിട്ടേക്ക്. ഈ ബസ്സിൽ ആ ബസ്സിൽ എപ്പോഴും പാട്ടിട്ട്. ഞാൻ രാവിലെ 7 മണിക്ക് വരുന്ന ഒരു ബസ്സിൽ രാവിലെ പാട്ടൊക്കെ കേട്ടാണ് കേട്ടോ, നല്ല രസമാണ്. പിന്നെ ബസ്സെടുത്ത് യാത്ര നമ്മൾ തുടങ്ങി, ബസ്സെടുത്തു. പൊന്മുടി പോകാൻ വന്നിട്ട് വെട്ടിയിട്ട വാഴ പോലും ഉറങ്ങണുണ്ട്. ഹലോ, എന്തിനു വന്നത്? പൊന്മുടി പോയ ഒരു കട്ടില് രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയിട്ട് ജിമ്മിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ക്ഷീണം. ഉറങ്ങണം. നെടുമങ്ങാടെത്തിയില്ല. ഇനി കുറച്ചും കൂടെ ഉള്ളു. പൊന്മുടിയിൽ ബസ്സിൽ പോകാൻ സത്യത്തിൽ എനിക്ക് പേടിയാണ്. കാരണം ഈ വളവ് പോകുമ്പോഴേ വളവ് ഒടിഞ്ഞ് താഴെ വീഴുക. അങ്ങനെയൊന്നുമില്ല. എനിക്ക് അങ്ങനെ തോന്നിയത് എവിടെയാണെന്നറിയാമോ? ഞാനും നമ്മുടെ വിഷ്ണു ചേട്ടൻ ഉണ്ടല്ലോ, കുട്ടൂസ്, നമ്മൾ രണ്ടുപേരും കൂടെ അവിടെ പോയി. ഇവിടെ മണാലിയിൽ പോയപ്പോൾ എന്നീ പറഞ്ഞതൊക്കെ എനിക്ക് തോന്നി. ബസ് എല്ലാം മറിഞ്ഞ് താഴെ വീഴണമെങ്കിൽ തീർന്നു. എത്ര അടി താഴ്ചയെന്നറിയാമോ? ഇവിടുത്തെ കണക്ക് ആറ് കാണുന്നത് തൊട്ടടുത്തൊന്നുമല്ല, വലിയ കുഴിയിലാണ് ആറ് കാണുന്നത്. പൊന്നു, എനിക്ക് ചിലപ്പോൾ തോന്നണം എന്തിനെന്നറിയാമോ? നമ്മൾ ഇവിടെ നിന്ന് കയറിപ്പോണം ബസ്സിൽ തന്നെ തിരിച്ചു വരേണ്ടി വരും എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഇല്ല, അങ്ങനെയാണെങ്കിൽ എന്തിന്? ഞാൻ എവിടെയെങ്കിലും ഇറങ്ങി കഴിച്ചിട്ട് വരും. എനിക്ക് എന്തായാലും വിശക്കണം, എനിക്ക് എന്തായാലും ഫുഡ് കഴിക്കണം. എനിക്ക് നല്ല വീട്ടിലിറങ്ങി എവിടെയെങ്കിലും ഇറങ്ങി കഴിച്ചിട്ട് പൊന്മുടി ചെന്ന് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. മണി 2:30 കഴിഞ്ഞ്. ഇനി ഇവിടെ നിന്ന് പോണ ബസ്സിലാണെന്നോ ഇനി തിരിച്ചു വരണത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു 5 മിനിറ്റ് സമയം കാണും. കറങ്ങാനൊന്നും പറ്റൂല, ഫുഡും കഴിച്ചിട്ട് തിരിച്ചു കയറാം. ഫുഡ് കഴിക്കണം, കാരണം നല്ല ചൂട് ബിരിയാണിയാണ്. ഏറ്റവും ലാസ്റ്റ് ബസ്സിൽ കയറിയാൽ മതി കേട്ടാ. ലാസ്റ്റ് ബസ്സിൽ കയറിയിട്ട് ചിലപ്പോൾ ഇനി നമുക്ക് ഇതുവഴി പോകാൻ പറ്റൂല. അപ്പോൾ നമ്മൾ ആ തിരുവനന്തപുരത്ത് പോയിട്ട് അവിടെ നിന്ന് കൊല്ലം ബസ് കയറി ആറ്റെങ്കിലും വരേണ്ടി വരും. എന്തായാലും ഞാൻ ലാസ്റ്റ് ബസ്സിൽ അടിപൊളിയായിട്ട് തിരിച്ചു വരണം. പിന്നെ എനിക്കിപ്പോഴും നല്ല രീതിക്ക് വയറ് വിശക്കുന്നുണ്ട്. പൊന്നും പറഞ്ഞ് വയറ് വിശക്കണം. നല്ല വിശക്കുന്നു ഗൈസ്. നിങ്ങൾ എത്ര പേര് ഈ പൊതിച്ചോറൊക്കെ കൊണ്ട് പൊന്മുടി പോയിരുന്ന് കഴിച്ചിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. പോയിട്ടുള്ളവർ. നമ്മളിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ്. നമ്മൾ ആദ്യം പോകാൻ നേരത്ത് ഫുഡൊന്നും കൊണ്ടുപോയിട്ടില്ല. ആകെ കൊണ്ടുപോയതൊരു മുട്ടായി മാത്രമാണ് വാങ്ങിച്ചു കൊണ്ടുപോയത്. രണ്ടാമത് പോയപ്പോൾ നല്ല അടിപൊളി പൊതിച്ചോറ്. ആ പൊതിച്ചോറ് പൊതിഞ്ഞ് തന്ന എൻ്റെ അമ്മ. നമ്മൾ കഷ്ടപ്പെട്ടില്ല, അമ്മ പൊതിഞ്ഞ് തന്നു, കൊണ്ടുപോയി കഴിച്ചു. ഇതിപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് രാവിലെ എണീച്ച് ഉണ്ടാക്കി പൊതിഞ്ഞ്, അത് വേറൊരു ഫീലാണ് കേട്ടാ. നമ്മൾ നെടുമങ്ങാടെത്തി. ഞങ്ങൾ നെടുമങ്ങാട് എത്തിയപ്പോഴാണ് സംഭവം മനസ്സിലായത്. ഇനി 2:45 സമയം. ഇനിയിപ്പോൾ 3:30 4 മണിക്കോ കൊണ്ടേ ഉള്ളൂ ബസ്. അതിനിടയിൽ നമ്മൾ ജസ്റ്റ് ഒരു ബേക്കറി കയറി ഡ്രിങ്ക്സ് കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ കുടിക്കൂലേ, ഗ്ലാസ്സിൽ കിട്ടുന്ന ആ ഒരു സാധനം നമുക്ക് കിട്ടി. പിന്നെ വേറെ സംഭവങ്ങൾ നടന്നു. ഇവിടെ ഇത്തിരി നേരത്തെ ഒരു 10-25 വയസ്സാവൂലേ, 23 വയസ്സാവും. അടുത്ത് ഒരു പയ്യൻ എന്താണെന്ന് അറിഞ്ഞൂടാ, കള്ളുപിടിച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല. പിന്നെ ഇവിടെ കിടന്ന് അത്രയും ഓട്ടവും ബഹളവും ഒക്കെ ആയിരുന്നു. ആൾക്കാരെ ശല്യം ചെയ്യുക, പിന്നെ അവസാനം നാട്ടുകാരെല്ലാം കൂടെ പിടിച്ചു കെട്ടി കൊണ്ടുപോയി വന്നു. ബസ് അന്വേഷിച്ച് തേരാപ്പാര നടക്കുന്ന മല്ലു രാജേഷ് നെടുമങ്ങാട് സ്റ്റാൻഡിലൂടെ. ചേട്ടാ, ബസ് 3:20 ഇപ്പം സമയം എത്രയായി? 3:15 കഴിഞ്ഞതേ ഉള്ളൂ. 3:20 ബസ്. എന്ത് എനിക്ക് തോന്നുന്നു നമ്മളൊരു രാവിലെ ഇറങ്ങേണ്ടതായിരുന്നു. നമ്മൾ നല്ല ലേറ്റായിപ്പോയി. നമ്മളൊരു 7-8 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങാണ്ടായിരുന്നു. ഭയങ്കര ലേറ്റായിപ്പോയി. വീണ്ടും സമയം മാറി. കൊടുത്തിരിക്കുന്ന 3:20, പക്ഷേ 3:40 ബസ് വരുന്നത്. അപ്പോൾ അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് വെച്ചു. 3:40 തന്നെ എത്തുമെന്ന് പറഞ്ഞില്ല. ഗൈസ് 3:20 3:20 ബസ് മാറ്റി 3:40 ആക്കിയല്ലേ. 3:40 വരെ നമ്മളിവിടെ ഇരിക്കണം. ലാഗ് അടിച്ച് നമ്മൾ 3
40 വരെ ഇനി വെയിറ്റ് ചെയ്യണം. എന്തായാലും വൈകിട്ട് തന്നെ ഇന്ന് പൊന്മുടി പോവാതെ ഞാൻ എന്തായാലും വീട്ടിൽ പോകില്ല. ഇന്ന് രാത്രി ആയാലും പൊന്മുടി പോയിട്ട് വീട്ടിൽ പോകും. തിരിച്ചിനി എപ്പോഴും വരുമെന്ന് അറിഞ്ഞൂടെ. ഇനിയിപ്പോൾ നമ്മൾ ആറ്റിങ്ങിലോട്ട് എന്തായാലും ഇവിടെ നിന്ന് ഞങ്ങൾ വരുന്ന സമയത്ത് ബസ് കാണാൻ ചാൻസ് കുറവാണ്. ഇനി ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് പോയി അവിടെ നിന്ന് കൊല്ലം ബസ് കയറിയായിരിക്കും ചിലപ്പോൾ ആറ്റിങ്ങ പോകേണ്ടത്. എന്തായാലും നമുക്ക് നോക്കാം. കുറച്ച് സമയം കൂടെ ഉണ്ട്. ഒരു അരമണിക്കൂറോളം ഇവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ 2 ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായയും ഞാൻ മോദകം എടുത്ത്. മോദകമാകുമ്പോൾ പ്രോട്ടീനാണ്, പയറുണ്ട് അതിനകത്ത്, എണ്ണയാണെങ്കിലും അതിനകത്ത് പയറുണ്ട്. പൊന്നൊരു സമൂസ എടുത്ത്. നമുക്ക് പ്രോട്ടീനൊന്നും വേണ്ട, സംഭവം കൊള്ളാം. ചായ കുടിച്ചിട്ടാണ്. നല്ല ചായ. ചായ അല്ല, ഇത് കോഫിയാണേ. കോഫി, എനിക്ക് കട്ടൻ. ഞാൻ എൻ്റെ കോഫി പെട്ടെന്ന് തന്നെ കുടിച്ചു. അപ്പോഴാണ് പൊന്നുവിൻ്റെ ലൈം അല്ലല്ലേ ഇതെന്തോന്ന്, മിന്റ് ഇട്ട കട്ടൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് കൊള്ളാം. കട്ടൻ മേടിച്ചാൽ മതിയായിരുന്നു. ഞാൻ 2 കട്ടനാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഹെൽത്തി ആയിട്ട് കോഫി കഴിക്കാവൂന്ന് പറഞ്ഞായിരുന്നു, കുടിക്കാവൂന്ന് പറഞ്ഞു. പൊന്നു 2ാമത്തെ സമൂസയാണ്. ഇനി ഇവിടെ അവിടെ ചെന്നിട്ട് ഇനിയിപ്പം ബിരിയാണി കഴിക്കണമെന്നും പറഞ്ഞിരിക്കുകയാണ്. ഈ സമൂസ എല്ലാം അടിച്ച് കയറ്റിയിട്ട് മൊത്തം കഴിച്ചില്ലെങ്കിലാണ് ഞാൻ തിരിച്ചോട്ട് പോകില്ല. എന്തായാലും നമ്മൾ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കേസ് 3:51 നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? 3:51 ആയപ്പോഴേ പെട്ടെന്നൊരു ഓട്ടോ വരുന്നു. നമ്മൾ സീറ്റ് കിട്ടിയില്ലെങ്കിലേ ഭാഗ്യവശ അങ്ങനെ ആള് കൂടുതലൊന്നും ഇല്ലല്ലേ. സീറ്റ് എല്ലാവർക്കും ഉണ്ട്, കറക്റ്റ് സീറ്റേ ഉള്ളു. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഈ പോകുന്ന ഈ ബസ്സിൽ തന്നെയാണ് തിരിച്ചു വരേണ്ടത്, അല്ലെങ്കിൽ അവിടെ കിടന്നോളൂ. അപ്പോൾ ഏതാണ്ട് അവിടെ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള സമയം കിട്ടുള്ളൂ. ബാക്കി ഫുഡ് കഴിക്കാൻ തിരിച്ചു വിടുക. ഫുഡ് കഴിക്കാൻ തിരിച്ചു വരും. അത്രയും സമയം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ടിക്കറ്റ് എടുക്കണം. പൊന്നുവല്ലേ ടിക്കറ്റ് എടുക്കുന്ന ചേട്ടൻ എടുത്തോ? നമ്മൾ ഇതുവരെ നമുക്ക് എത്രയായി? ആറ്റിങ്ങിൽ നിന്ന് നെടുമങ്ങാട് 80, 40, 80. ഇനി ഇവിടെ നിന്ന് പൊന്മുടി വരെയുള്ള ടിക്കറ്റിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് അറിഞ്ഞില്ല. നല്ല പാട്ടൊക്കെ ഉണ്ട് കേട്ടോ ഈ ബസ്സിൽ. പൊന്മുടി ബസ്സായതുകൊണ്ട് പാട്ടൊക്കെ കേട്ടാണ് നമ്മൾ ഇവിടെ പോകുന്നത്. വണ്ടി എടുത്ത് അല്ലല്ല, ലിബിയ വരെ കുറേ ആൾക്കാർ കാണുന്നു. ലിബിയയിൽ നിന്ന് കല്ലാറ് വരെ കുറച്ചും കൂടെ ആൾക്കാർ കാണും. ലാസ്റ്റ് കുറച്ച് വരെ പൊന്മുടിയിൽ കാണും. മിക്കവാറും എനിക്ക് തോന്നുന്നു നമ്മൾ മാത്രമായിരിക്കും ഈ സമയത്ത് പൊന്മുടിയിൽ പോകണതിൽ. അങ്ങനെ പോകാനായിട്ട് ആരും ഇല്ല ഇതിനകത്ത്. ഇങ്ങനെ എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകണവരും ക്ലാസ് കഴിഞ്ഞ് പോകണവരൊക്കെ ഉള്ളൂ. അങ്ങനെ പൊന്മുടി പോകാനായിട്ട് ആരും ഇല്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും ഞങ്ങളും ഡ്രൈവറും കണ്ടക്ടറും മാത്രമായിരിക്കും ചിലപ്പോൾ. എന്തായാലും പോയിട്ട് വരാം. ഈ ബിരിയാണി ഇതിനകത്തിരുന്ന് ചളിച്ചു പോയി കാണുന്നത്. പൊന്മുടിയിലേക്ക് നമ്മൾ പൊന്മുടിയിലേക്ക്. നമ്മളങ്ങനെ വിതിരെത്തി. പൊന്നു ഉറങ്ങി തുടങ്ങി. ചെറിയ മഴയുണ്ട് കേസ്. നല്ല രസമുണ്ട് മഴ. പുറത്ത് നല്ല മഴക്കോളും ചെറിയ മഴത്തുള്ളികളും. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചെറിയ മഴയുണ്ട്. കുടയില്ല കേസ്, മഴ ചെയ്താ പണിയുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുട എടുത്തിട്ട് വരാൻ വേണ്ടി 100 പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്. പക്ഷേ കേട്ടില്ല, മറന്നുപോയില്ലേ? ഇല്ല, ഞാൻ ഓർത്തതായിരുന്നു. പിന്നെ നീ പെട്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാനും മറന്നുപോയത്. നമ്മളെ ബിരിയാണി ഇനി പഴഞ്ചോറായി എന്നാണ് തോന്നുന്നത്. എന്തായാലും അവിടെ ചെന്നിട്ട് കഴിച്ചു നോക്കണം ടേസ്റ്റ് എങ്ങനെയെന്ന്. കുറേ നാളിന് ശേഷമുള്ള ബസ് യാത്ര ആയതുകൊണ്ട് വീട്ടിൽ കിടന്നുറങ്ങാതെ ബസ്സിൽ കിടന്നുറങ്ങി. എന്തായാലും ഇവിടെ ഇത് വിതിര. ഇനിയാണ് നമ്മുടെ ഫോറസ്റ്റ് ഉണ്ടല്ലോ അങ്ങോട്ട് കയറുന്നത്. കല്ലാറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അടുത്തത് കല്ലാറാണ് മെയിൻ സ്ഥലം. അത് കഴിഞ്ഞാൽ നേരെ പൊന്മുടി. ഞങ്ങൾ കല്ലാറ് കഴിഞ്ഞ് അടുത്ത പൊന്മുടിയിലെ ഹെയർ പിന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങനെയാണെന്ന് സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ. ഇനി സംഭവം ഇവിടെ നിന്ന് എത്ര മണിക്കാണ് ബസ് എന്നോ കാര്യങ്ങളെന്നോ ഇനി ഇവിടെ കണ്ടക്ടറിൻ്റെ അടുത്ത് ചോദിക്കണം. ഈ ബസ്സാണ് ലാസ്റ്റ് ബസ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന ഞങ്ങൾ ഇപ്പം ഏതാണ്ട് 5:30 മണിയായി. വൈകിട്ട് 5:30 മണി. ആഹാ, കട്ട്ലേറ്റ് ഒക്കെ വാങ്ങി അറിയടല്ലേ? ശൈലം എനിക്കിതാ. നമ്മളാ ബിരിയാണി എന്തായെന്ന് അറിയാൻ വയ്യ. നെടുമങ്ങാടത്തെ ചായ കുടിച്ചോണ്ട് വലിയ പ്രശ്നമില്ല. ഗൈസ്, ഒരു ആന പറഞ്ഞ വഴിക്ക് ആനപ്പിണ്ടം കിടക്കാണ്. ഒരു ആനേനെങ്കിലും കാണാൻ പറ്റിയിരുന്നെങ്കിലെന്നാണ് ഞാൻ ചിന്തിക്കണത്. നമ്മളിങ്ങനെ പോകുമ്പോൾ വഴിയിൽ നടക്കും ഒരു ആന. എങ്ങനെ ഇരിക്കും?
സൂപ്പർ. മാമ്പഴത്തറ പോയാണോ ഇത്? പോയപ്പോ ആനയെ കണ്ടതുപോലെ ആണോ എന്ന് അറിയാൻ വയ്യ. ഇവിടെ അങ്ങനെ കാണത്തില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല, പക്ഷെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ആന. നമ്മൾ പറഞ്ഞിട്ട് ആനപ്പിണ്ടം കണ്ട്. ബസ്സിനകത്ത് ആരെങ്കിലും ആനപ്പിണ്ടം സൂക്ഷിക്കണം. അത് പറഞ്ഞ വഴിക്ക് നമ്മൾ ആനപ്പിണ്ടം കണ്ട് വഴിയുടെ നടുക്ക്. അപ്പൊ ആന ഉണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് ഇന്നലെ ഇന്നൊക്കെ രാവിലെയൊക്കെ ഇട്ട പിണ്ടം ഇരിക്കണം. എന്തിനു പിണ്ടത്തിന്, ആനപ്പിണ്ടത്തിനെ പറ്റി ചർച്ച ചെയ്യണ. ഭയങ്കര തണുപ്പ് കേട്ടാ, നല്ല തണുപ്പ്. എനിക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നു. അടിപൊളിയായിട്ടാ. ഈ സമയത്ത് വരണം. ബിരിയാണി ചളിച്ചെങ്കിൽ എന്താ നല്ലൊരു എന്തോന്ന് പറയാൻ ചേട്ടാ, നല്ലൊരു എക്സ്പീരിയൻസ് ആയി ഈ സമയത്ത്. നിരോധിത മേഖല. എനിക്ക് നിരോധിത മേഖല എന്നൊക്കെ എഴുതി വെക്കണ കാണുമ്പോൾ എനിക്കൊരു പേടിയാണ്. അല്ല സംഭവിക്കുമോ? എനിക്കിങ്ങനെ ഹെയർപിൻ ഇങ്ങനെ കയറി പോകുമ്പോഴേ ഞാൻ ചിന്തിക്കണ എന്തിനാണെന്ന്, ബസ് അങ്ങനെ മറിഞ്ഞു പോയാൽ എന്തിനു ചെയ്യും? ടയർ മാത്രമേ ഉള്ള കേസ് ഫുൾ എറണക്കേടാണ്. ബസ് മറിയോ അല്ലെങ്കിൽ ടയർ ഊരിപ്പോ, ഇതൊക്കെയാണ് ഉള്ള ശ്രദ്ധ. അങ്ങനെയല്ല, എനിക്ക് തോന്നാറുണ്ട് എന്തെങ്കിലും സ്ലിപ്പായി പോയാൽ നമ്മൾ ചത്തുപോകൂലേ. ഇരുട്ട് വീണ് തുടങ്ങിയല്ലേ? ചെറുതായിട്ട് സന്ധ്യയായി തുടങ്ങി. സംഭവം ഒരു രക്ഷയില്ല കേസ്, അടിപൊളി. നമ്മൾ ബൈക്കിലൊക്കെ വരുന്നതിനെക്കാട്ടിലും നല്ല ഒരു അടിപൊളി ഒരു ഫീല് കിട്ടുന്ന നമ്മുടെ ഈ ബസ്സിൽ വരുന്നത് തന്നെയാണ് കേട്ടോ. ഇപ്പം 11ാമത്തെ ഹെയർ പിന്നം കണ്ടാണെന്ന് തോന്നുന്നു. വരുന്ന വഴിയിൽ ചെറിയൊരു ചായക്കടയുണ്ട്, ഒരു വളവ്. എനിക്ക് സ്ഥലം കറക്റ്റ് പേരെ അറിഞ്ഞൂടാ. നമ്മുടെ ഈ ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കറുപ്പയ്യ സ്വാമി എന്ന് പറയുന്ന അമ്പലത്തിന്റെ ആ വളവ് കഴിഞ്ഞാൽ ഉടനെ ഉള്ള, അത് വളവ് കഴിഞ്ഞിട്ടാണ് ഒരു കടയുണ്ട്. ആ കടയിലാണ് വൈകിട്ട് 5 മണിയാകുമ്പോൾ ഒരു ചായ കുടിക്കാൻ നിർത്തുമെന്ന് തോന്നുന്നു. 5 മണിയല്ല, സമയം ഇപ്പം അത് 5:45 ഗൈസ്. സത്യമായിട്ടും ഈ സമയത്ത് വന്നപ്പോൾ കൊള്ളാം കേട്ടാ, അടിപൊളിയാണ്. കൊള്ളാം ഗൈസ്, നല്ല സ്ഥലം കേട്ടാ, അടിപൊളി കിടിലൻ. ഇവിടെ പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലമാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ പിള്ളേര് ക്രിക്കറ്റ് കളിക്കുക, ക്രിക്കറ്റാ ഫുട്ബോളൊക്കെ കളിക്കായിരുന്നു. ഇപ്പോഴും പൊന്മുടിയിലോട്ട് പോണ ആൾക്കാരുണ്ടല്ലേ? അല്ല, വൈകിട്ട് എനിക്ക് 7 മണി വരെ പൊന്മുടി. ഈ മരം കണ്ട അടിപൊളി സ്ഥലവും നോക്കിയാണല്ലേ. നമുക്കൊരു ചായ വല്ലതും കുടിക്കാം. ചായ കുടിച്ച ബിരിയാണി കഴിക്കാൻ പറ്റില്ല, അതൊക്കെ സ്പേസ് ഉണ്ട്. ഇതാണ് നമ്മൾ വന്ന ബസ്. നമുക്ക് എന്താ ചായ കുടിച്ചാലോ? ചായ കുടിക്കാം. 5 മണി 6 മണി ആയില്ലേ? എന്തായാലും ചായ കുടിച്ച് ഇനി അവിടെ ചെന്ന് ബിരിയാണി ഇനി വീട്ടിൽ കൊണ്ടുപോകേണ്ടി വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ എല്ലാവരും കൂടെ ഞങ്ങളും ചായ കുടിക്കാൻ കയറി. നമ്മുടെ ബസ്സിന്റെ കണ്ടക്ടറും ഡ്രൈവറും അവരെല്ലാം ഇവിടെ നിന്നാണ് ചായ കുടിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഇന്നലെ വന്നതല്ലേ, 6 മണിയായി സമയം. നമുക്കും ചായ കുടിച്ചിട്ട് ഞങ്ങളിൽ പോയി ഇനി ബിരിയാണി കഴിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ആകെ ഒരു സംഭവം വന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചായ തന്നെ പറഞ്ഞത് വന്നത് എന്തെന്ന് വെച്ചാൽ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്ന ബിരിയാണി അതിപ്പോൾ ചളിച്ച് കാണും. നമുക്ക് ഇവിടുത്തെ ചായ കുടിക്കാം. ഇവിടുത്തെ നാടൻ തേയില ഉണ്ടല്ലോ, അതിൻ്റെ ചായയാണെന്ന് തോന്നുന്നു, നല്ല ടേസ്റ്റ്. ഞാൻ മൊത്തം കുടിക്കട്ടെ? നിനക്ക് വേണ്ടേ? പോണോ? സംഭവം കൊള്ളാം, സൂപ്പർ ചായ. അതല്ലേ പറഞ്ഞ ചായ കുടിക്കാൻ. അടിപൊളി ചായ ഗൈസ്, അടിപൊളി ചായ. അടിപൊളി, ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബൈക്ക് വന്നിട്ട് ഇന്നവരെ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. നോക്കുമ്പോഴേ ഇല്ല ഇല്ല ഇല്ല, നോക്കുമ്പോ അയ്യോ കൊക്കയിലോട്ടോ എന്നൊരു പേടി. സംഭവം നമ്മുടെ കയ്യിലാകെ ഉള്ളത് സമയം നോക്ക് 6:08 നമുക്ക് 6:30 നമ്മൾ ഇവിടെ നിന്ന് ബസ് എടുക്കും. അതിന്റെ മുന്നേ തന്നെ നമ്മൾ കൊണ്ടുവന്ന ഫുഡ് കഴിച്ചിരിക്കണം, അല്ലാതെ നമുക്ക് ഒരു വഴിയില്ല. 6:30 എന്തായാലും ബസ് എടുക്കും എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ ഒരു വ്യൂ കാണിച്ചു തരാം, സെറ്റ് ഒരു വ്യൂ. അടിപൊളിയല്ലേ ഗൈസ്, അടിപൊളി. അപ്പൊ മിനിറ്റില്ല അവിടെ പോവാനായിട്ട്. കണ്ടക്ടറും ഡ്രൈവറും പിന്നെ വേറെ കപ്പലും പിന്നെ ഞങ്ങൾ 2 പേരും.
അടിപൊളി. പക്ഷെ തിരിച്ചു വരാൻ ആൾക്കാർ ആ തിരിച്ചു വരാൻ ആൾക്കാരെ ആൾക്കാരാണ്. തിരിച്ചു വരാൻ കാരണം അവിടെ നിൽക്കുന്നവരെല്ലാം ഈ ബസ് കാത്താണ് നിൽക്കുന്നത്. നമുക്ക് ടോപ്പിലെത്തിയിട്ട് കാണാം. നമുക്ക് ആ തിട്ടയിലിരിക്കാം. ബിരിയാണി തിന്നാൻ സമയം. ആകെ 15 മിനിറ്റ് ഉണ്ട്. ബിരിയാണി തിന്നാൻ അതിനുള്ളിൽ ബിരിയാണി തിന്നിട്ട് ഓടി വന്നോണ്ടാണ് കണ്ടക്ടർ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ആഹാരം കഴിക്കുന്നവർ ആദ്യമായിട്ടായിരിക്കും നിങ്ങളെ കാണുന്നത്. വാ 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 പൊട്ടിച്ചോ പൊട്ടിച്ചോ. അവര് എനിക്കേ വെള്ളം തയ്ക്കുന്നു. പെട്ടെന്നോട്ട് പെട്ടെന്നോട്ട്. ഏത് വെള്ളമാണ്? 7 വീട്ടിൽ കണ്ടോന്ന വെള്ളം വേണം. നമ്മളെ ബിരിയാണി നോക്കട്ടെ. ഒരു പൊതിയ എടുക്കണുള്ളൂ ഗൈസ്. രണ്ട് പൊതിയെ കൊണ്ടുവന്ന് ബാക്കി നമുക്ക് വീട്ടിൽ പോയിരുന്ന് കഴിക്കാൻ പറ്റും. നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി ആറ്റിക്കുന്നത് വണ്ടിയും പിടിച്ച് പോട്ടു. നമ്മള് ഇതേപോലത്തെ വേറെ ആരെങ്കിലും ഉണ്ടോ? പൈനാപ്പിൾ ഒക്കെ ഈ അവസ്ഥയായി. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇത് ഫുഡ് ആദ്യം എനിക്ക് വരുത്താടാ. ഞാൻ പറഞ്ഞില്ലേ വിശന്നെങ്കിൽ എത്തുമ്പോ നമുക്ക് ടേസ്റ്റ് ആവും. ഞാനും കൂടെ ഒന്ന് കഴിക്കട്ടെ. കൊള്ളാമോ? ആ ബിരിയാണി ഇതും കൂടെ കൈ ഇടണ്ടേ? കൈ എഴുതിയല്ല. അന്തസ്സോടുകൂടി അഹങ്കാരത്തോടുകൂടി ഞങ്ങളിതാ കഴിച്ചു തുടങ്ങി ഗേസ്. ബസ്സിൽ നല്ല പാട്ടുണ്ടേ. ആ ചിക്കനും ആ മുട്ടയും ആ ഒരു പീസ് പൈനാപ്പിളും. പൈനാപ്പിൾ ഏതാണ്? ഇങ്ങനെ വന്ന് കഴിക്കുന്നത് അടിപൊളിയാണ്. പക്ഷെ ഇതാരും അനുകരിക്കരുതേ അവതരിപ്പിക്കരുതേ എന്ന് പറയാറുണ്ട്. ഇവിടെ ആളില്ലാത്ത എന്തെന്ന് ആളില്ലാത്ത ആ ചൂട് സമയമല്ലേ? പക്ഷെ ഇവിടെ തണുപ്പ് കോടയെ കൊണ്ട് അത് ഈ ഒരു സമയം ആയതുകൊണ്ടാണ്. കൈ വെള്ളം വെച്ചു തരാം. 6:17 ഓടിക്കോ. ഇല്ല സമയമുണ്ട്. ഒരു ബിരിയാണി കഴിക്കേ. കൊള്ളാം കേട്ടോ. സൂപ്പർ ബിരിയാണി. ഒരു ബിരിയാണി പെട്ടെന്ന് തന്നെ കഴിച്ചു തീർന്നല്ലേ? ആ മുളക് തന്നെ കിട്ടി. കരിക്കോടി ആനയും കാട്ടുപോത്തൊക്കെ കുത്തും. നിന്റെ മോന്നാട്ടിൽ എനിക്ക് തരാൻ തോന്നല്ല. നിന്നെ കണ്ടിട്ട് എനിക്ക് തരാൻ തോന്നണം. അങ്ങനെ വളർത്തിയതാണല്ലോ. വാ വാ. അയ്യോ പാവം ഒരു പട്ടി വന്നേ. പൊന്നു അതിന് ശാലം ബിരിയാണി എടുത്ത്. പാവം ടിൻഡുമോൻ എന്നാണെന്ന് തോന്നുന്ന പേര്. പാവം അല്ലേ? കഴിച്ചാ? യെസ്, കുറച്ച് പേനും കൊടുത്ത്. ഞാൻ പേടിക്കണ്ട പേടിക്കണ്ട പേടിക്കണ്ട. ഞാനാണ് ഒറ്റ മനുഷ്യരില്ല, കുറച്ച് പേര് മാത്രം. ആരും ഇല്ലാത്ത പൊന്മുടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. പൊന്മുടി വന്നു കഴിഞ്ഞാൽ ഈ 2 ഫോട്ടോകൾ എടുക്കണമെന്നാണ് നിർബന്ധം. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നു. ഞങ്ങളുടെ പൊന്മുടി യാത്ര ഇതുവരെ എത്തി. വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി ഗൈസ്. ഇനി അവർ പറഞ്ഞു ഇനി നമുക്ക് ആ സമയമില്ല. ഇതാ 6:23
25-ന് അവർ വണ്ടി എടുക്കും. അപ്പൊ നമുക്ക് വേറെ വഴിയില്ല. ഇന്ന് കുറെ നേരം നിൽക്കണം, രാവിലെ വന്നിട്ട് കറങ്ങണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. ഇവിടെ വന്നപ്പോ ആരും ഒരു കുഞ്ഞുങ്ങളില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് ബിരിയാണി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ വീഡിയോ കൂടുതലൊന്നും പറയാനില്ല. ഇത്രയും അഹങ്കാരം പിടിച്ച് ഞങ്ങൾ ഇതുവരെ എത്തി. അതെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുക. ഇത്രയും നല്ലൊരു യാത്ര ആദ്യമായിട്ടാണ്. ഇങ്ങനെ ഓടി നടന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഓടി വന്ന് പൊന്മുടി വന്ന ഒരവസ്ഥയായിരുന്നു ഞങ്ങളുടേത്. ഓടി വന്നു, ഫുഡ് കഴിച്ചു, ഓടി തിരിച്ചു പോന്നു. ഓടിക്കാം. ഇങ്ങനെ ഒരു യാത്ര ആദ്യമായിട്ടാണ്. ശ്വാസം മുട്ടണം. പൊന്മുടിയിൽ ഇപ്പോൾ നെടുമങ്ങാടെത്തി. സമയം ഇപ്പോൾ ഏതാണ്ട് 8:45, 9 മണിയാവാറായി. ഈ സമയത്ത് ഒരു തെങ്കാശിയിൽ നിന്ന് തിരുവനന്തപുരം ബസ്സുണ്ടെന്ന് പറയുന്നു. ആറ്റിങ്ങിലോട്ട് ഞങ്ങൾക്ക് ഇനി ഡയറക്റ്റ് പോകാൻ പറ്റത്തില്ല. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ബസ്സിലോ അങ്ങോട്ടുള്ള ഏതെങ്കിലും ബസ്സിൽ കയറിയിട്ട് ആറ്റിങ്ങിൽ ഇറങ്ങണം. അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് എത്തിയിട്ട് കാണാം. കാലമായപ്പോൾ തിരുവനന്തപുരത്തെത്തി. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി.